സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം. മദ്യനയത്തിലെ ഇളവുകൾക്കായി പണം പിരിച്ചു നൽകാൻ നിർദ്ദേശവുമായി ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയതെന്ന ന്യായീകരണവുമായി അസോസിയേഷൻ രംഗത്തെത്തി. അനിമോനെ അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയെന്നും അസോസിയേഷൻ നേതാവ് സുനിൽകുമാർ വ്യക്തമാക്കി. കൂടാതെ ബാർ ഉടമകളുടെ പണപ്പിരിവ് അന്വേഷിക്കാൻ മന്ത്രി എം പി രാജേഷ് DGPക്ക് കത്ത് നൽകി. ഇവരുമായി MK വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വിനോദ, പുതിയ മദ്യനയം വരുന്നതിന് മുമ്പ് തന്നെയാണ് ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ കോടികൾ സമാഹരിക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. പക്ഷേ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം എന്ന രീതിയിൽ ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമയെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഒപ്പം എക്സൈസ് മന്ത്രി എം പി രാജേഷ് അടക്കം എന്ത് നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചത്? തീർച്ചയായും KP സുരേഷ്, നമുക്കറിയാം ബാർക്കോഴ ആരോപണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലും പിടിച്ചുലച്ച വലിയ അഴിമതി ആരോപണമായിരുന്നു ബാർക്കോഴ കേസ്. സമാനമായ നിലയിൽ LDF സർക്കാരിൻ്റെ കാലത്തും ഇത്തരത്തിലുള്ള ബാർക്കോഴകൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴിമതി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇന്ന് പുറത്തു വന്നത് ശബ്ദ സന്ദേശം. കാരണം മദ്യശാല ഉടമകളുടെ അസോസിയേഷൻ്റെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഒരു മദ്യശാല, അതായത് സംസ്ഥാനത്ത് 900ഓളം മദ്യശാലകളുണ്ട്. ഇതിൽ ഒരു ബാർ തന്നെ 2.5 ലക്ഷം രൂപ വീതം പിരിവായി നൽകണം. അത് കൃത്യമായി മദ്യനയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഫല തുകയായിട്ടാണ് അസോസിയേഷൻ നേതാവായിട്ടുള്ള അനിമോൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ്, ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായിരുന്നു. അദ്ദേഹം നൽകിയ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. അതായത് 2 ലക്ഷം രൂപ വീതം നൽകണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാം തീയതി ഉള്ള ഡ്രൈ ഡേ മാറ്റുക. മറ്റൊന്ന്, മദ്യശാലകളുടെ പ്രവർത്തന സമയം രാത്രി 11 വരെയാണ്, അത് 12 വരെയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കുക. എക്സൈസിൻ്റെ നിരീക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ സ്വാധീനിക്കാൻ ഇത്രയും തുക, അതായത് 900ഓളം മദ്യശാലകളിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം, അപ്പോൾ കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ തകിടം മറിയുകയാണ് ചെയ്തത്. ഞങ്ങൾ അത്തരത്തിൽ സർക്കാരിന് ആർക്കും നൽകാനുള്ള പണപ്പിരിവ് അല്ല നടത്തിയത്. സംഘടനയ്ക്ക് സ്വന്തമായി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഭൂമി വാങ്ങി കെട്ടിടം പണിയാനുള്ള പണപ്പിരിവ്, അത് പണപ്പിരിവുമല്ല, വായ്പയായിട്ടാണ് എല്ലാ ബാർ ഉടമകളിൽ നിന്നും വാങ്ങാനുള്ള നിർദ്ദേശം നൽകിയത്. തെറ്റായ സന്ദേശം നൽകിയ അദ്ദേഹത്തെ, അനിമോനെ, സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതായും അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇക്കാര്യം സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി. എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. പക്ഷേ എം പി രാജേഷ് ഇന്ന് പ്രതികരിച്ചത് സർക്കാർ അങ്ങനെ ഒരു മദ്യനയത്തിൽ മാറ്റം ആലോചിക്കുന്നത് ഇല്ല, ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ തെറ്റായ വാർത്തകളാണ്, അതിലൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള നിലയിലാണ് എം പി രാജേഷും പ്രതികരിച്ചത്. വിനോദ്, ഇവിടെ ഈ ശബ്ദ സന്ദേശം പുറത്തായ ഒരു സാഹചര്യത്തിലാണ് എം പി രാജേഷ് എക്സൈസ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി രംഗത്ത് വന്നത്. കാരണം സ്വാഭാവികമായും ഇതിന് പിന്നാലെ ഈ മദ്യനയത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഈ അഴിമതി കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നുള്ള വിലയിരുത്തലല്ലേ പൊതുവെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരുമടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു CPM സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും KP സുരേഷ്, നമുക്കറിയാം സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നുള്ളത്. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാലകൾ അടച്ചിടുന്നത് മൂലം കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് നഷ്ടം വരുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് എക്സൈസ് വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക, അതുമാത്രമല്ല IT ഹബ്ബുകളിൽ, അതായത് കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം എക്സൈസ് വകുപ്പ് സർക്കാരിന് മുമ്പിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഹോട്ടൽ അല്ലെങ്കിൽ ബാർ ഫെഡറേഷൻ്റെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം UDFൻ്റെ കാലത്തെ പോലെ തന്നെ സമാന നിലയിൽ തന്നെ ലക്ഷങ്ങളുടെ കോടികളുടെ കോഴയാണ് ഇക്കാര്യത്തിൽ മദ്യനയം, സർക്കാരിൻ്റെ മദ്യനയത്തെ പോലും നിയന്ത്രിക്കുന്നത് ഈ സംസ്ഥാനത്തെ ബാർ ഉടമകളാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശം. KP.
വിനോദ്, ഇവിടെ ഈ നേരത്തെ PC ജോർജ് അടക്കം പ്രതികരിച്ച ഒരു വിഷയമുണ്ട്. കാരണം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 2014 KM മാണിയുടെയും ബാബുവിൻ്റെയൊക്കെ രാജിയിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഏത് രീതിയിലാണോ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം പ്രതികരിച്ചത്, അവർ തന്നെ ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മദ്യ മുതലാളിമാർ അല്ലെങ്കിൽ ബാർ ഉടമകളും CPM നേതാക്കളും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ള വിമർശനം പ്രതിപക്ഷ നേതാക്കളടക്കം നിരന്തരം ആവർത്തിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. പക്ഷേ ഈ ശബ്ദ സന്ദേശമൊക്കെ പുറത്തായ സാഹചര്യത്തിൽ അരിമോനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നു, എം വി രാജേഷെതിരെ തള്ളിപ്പറയുന്നു. ഇതൊക്കെയും ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സുരേഷ്, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ ആര് ഭരണം നടത്തിയാലും ഈ ബാർ ഉടമകൾ അപ്പോൾ ഭരണത്തിലുള്ള അന്ന് അധികാരത്തിലുള്ളവരെ സമീപിക്കുകയും ഇത്തരത്തിലുള്ള വമ്പൻ കോഴ കൊടുത്തിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത്. KP സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബാബു അടക്കമുള്ള ആളുകൾ, അന്നത്തെ ധനമന്ത്രിയായിരുന്ന KM മാണി അടക്കമുള്ള ആളുകൾ, അവർ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിട്ടത് ഈ വിഷയത്തിൽ തന്നെയാണ്. KM മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം വരെ ഉണ്ട് എന്ന സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തി വലിയ ആക്ഷേപങ്ങൾ ഉയർത്തി ആ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അവരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ചെന്നുപെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കാലത്തെ മദ്യനയം രൂപീകരിക്കുന്നതിനും ബാർ ഉടമകൾ ഇടപെടുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ വിരോധാഭാസം അന്ന് ഇവർ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന KM മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ LDF-നൊപ്പമാണ് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ മലക്കം മറിച്ചിൽ നടക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബാർ കോഴ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മദ്യനയത്തെ അടിസ്ഥാനമാക്കിയുള്ള അഴിമതികൾ, അത് ഇടതുപക്ഷമായിക്കോട്ടെ UDF ആയിക്കോട്ടെ ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. ബാർ ഉടമകൾ തന്നെയാണ് സംസ്ഥാനത്തെ കാലാകാലങ്ങളായി മാറി വരുന്ന സംസ്ഥാനത്തെ സർക്കാരുകളുടെ മദ്യനയത്തെ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ബാർ ഉടമകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സുരേഷ്. വിനോദ്, ഇവിടെ ഈ ടൂറിസം രംഗത്തെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ പുതിയ മദ്യനയം എന്നുള്ള രീതിയിലുള്ള വിശദീകരണമാണ് നേരത്തെ മന്ത്രിമാരടക്കം നൽകിയത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ വല്ലാതെ ഉയർന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണം സ്വരൂപിക്കണം. അവിടെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ബാർ മുതലാളിമാരുടെ ഒരു ബന്ധം, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പൊതുസമൂഹത്തെ ഈ മദ്യം കുടിപ്പിച്ച് അത്തരത്തിൽ യുവജനങ്ങളെയൊക്കെ മദ്യത്തിന് അടിമകളാക്കിക്കൊണ്ട് പണം ഉണ്ടാക്കുക, ഏത് തരത്തിലായാലും പണം ഉണ്ടാക്കുക. പക്ഷേ ആ പണം ധൂർത്തിനെ അടക്കം വിനിയോഗിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയുമുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്, അല്ലേ? ഇവിടെ ടൂറിസം രംഗത്തെ സമഗ്ര വികസനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ മദ്യനയം എന്ന് പറയുമ്പോഴും ലക്ഷ്യം മറ്റൊന്ന് തന്നെയാണല്ലേ? സംസ്ഥാനത്തെ ഭരണാധികാരികളുടെ ധൂർത്ത് ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് സർക്കാരിന് ഓരോ മാസവും ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഈ മാസം മെയ് 31-ന് 30,000-ഓളം സർക്കാർ ജീവനക്കാരാണ് ഒറ്റയടിക്ക് അവർ പെൻഷനായി പോകുന്നത്, വിരമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളടക്കം നൽകേണ്ടതുണ്ട്. ഈ തുക എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിൽ വലിയ കടമ്പ തന്നെയാണ്. അതുകൊണ്ടാണ് സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയുമാണ്. ഈ രണ്ട് മേഖലകളിൽ നിന്നാണ് പരമാവധി പണം കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ആ ഒരു നിലയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തിയാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പണസമാഹരണം നടത്താം. ഡ്രൈ ഡേ, അതായത് എല്ലാ മാസവും 1-ാം തീയതി ഈ മദ്യ വിൽപ്പനശാലകൾ അടച്ചിടുന്ന ആ നീക്കം ഒഴിവാക്കിയാൽ ആ ഒറ്റ ദിവസത്തെ വരുമാനം തന്നെ സർക്കാരിന് കോടിക്കണക്കിന് രൂപ ലഭിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള വരുമാനങ്ങൾ വർദ്ധിപ്പിച്ച് മദ്യനയത്തിൽ മാറ്റം വരുത്തി മുമ്പോട്ട് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അത് ബാർ ഉടമകളെ സംബന്ധിച്ച് അവർക്ക് ചാകര തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഈ അധികാരികൾ ചോദിക്കുന്ന പണം കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് 2.5 ലക്ഷം രൂപ വെച്ച് 900-ഓളം ബാറുകളിൽ നിന്നും പണപ്പിരിവ് നടത്താൻ അവർ തീരുമാനിച്ചത്. പക്ഷേ സംഘടന ഇപ്പോൾ ഔദ്യോഗികമായി പറയുകയാണ്, ഞങ്ങൾ ആർക്കും പണം കൊടുക്കുന്നില്ല, ഞങ്ങൾ കെട്ടിടം പണിയാനാണ്, ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയാനാണ് ഈ പണം പിരിച്ചതെന്നൊക്കെ അവരുടെ നേതാക്കൾ പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. രാഷ്ട്രീയ നേതാക്കളും ഈ ബാർ ഉടമകളും തമ്മിലുള്ള ബാന്ധവം, അതിന് ഇടതു വലതു മുന്നണികളുടെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല സുരേഷ്.